All of you welcome. Let's go to the remaining part of the chapter, Public Administration. Bureaucracy in India. All the employees who work under the central and the state governments and the employees under the public sector undertakings are part of Indian civil service. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. Please observe the chart. It shows the classification of India's civil service. India's civil service can be classified into three: All India services, Central services and State services. Indian civil service classified into three: All India services, Central services and State services. Indian civil serviceന്റെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓൾ ഇന്ത്യ സർവീസസ്. റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ, ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. അപ്പോയിൻറ്റ്സ് ഇൻ സെൻട്രൽ ഓർ സ്റ്റേറ്റ് സർവീസ്, സെൻട്രൽ സർവീസിലോ സ്റ്റേറ്റ് സർവീസിലോ നിയമിക്കപ്പെടുന്നു. എക്സാമ്പിൾ IAS and IPS. The features of All India services are recruits at national level, appoints in central or state services. Examples IAS and IPS. Second one, central services. Recruits at national level, ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. Appoints in central government departments only, സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മാത്രം നിയമിക്കപ്പെടുന്നു. എക്സാമ്പിൾസ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് എക്സെട്ര. തേർഡ് വൺ, സ്റ്റേറ്റ് സർവീസസ്. റിക്രൂട്ട്സ് അറ്റ് സ്റ്റേറ്റ് ലെവൽ, സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. അപ്പോയിൻറ്റ്സ് ഇൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺലി, സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മാത്രം നിയമിക്കപ്പെടുന്നു. എക്സാമ്പിൾ സെയിൽസ് ടാക്സ് ഓഫീസർ. Next topic is Union Public Service Commission, UPSC. Candidates to All India services and Central services are recruited by the Union Public Service Commission or UPSC. The chairman and the members of this commission are appointed by the President of India. നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾ ഇന്ത്യ സർവീസസിലേക്കും സെൻട്രൽ സർവീസിലേക്കും കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓൾ ദ സ്റ്റേറ്റ് ലെവൽ കാൻഡിഡേറ്റ്സ് ആർ റിക്രൂട്ടഡ് ബൈ ദി പബ്ലിക് സർവീസ് കമ്മീഷൻ ഓർ PSC ഓഫ് ദി സ്റ്റേറ്റ്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഗവർണറാണ് PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. ദ ഗവർണർ അപ്പോയിൻറ്റ്സ് ദ ചെയർമാൻ ആൻഡ് ദി മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആൻഡ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ ദി ബേസിസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. സോ ദേ ആർ കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ UPSCയും PSCയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ്. അതുകൊണ്ടാണ് അവയെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. A number of steps are taken by the government for increasing the efficiency of the services and to provide service to people in a time-bound manner. They are known as administrative reforms. A number of steps are taken by the government for increasing the efficiency of the services and to provide service to people in a time-bound manner. They are known as administrative reforms. The intention is to make administration people-friendly and efficient. ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ്റുകൾ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇവയാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭരണം കാര്യക്ഷമവും
ജനസൗഹൃദപരവുമാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. Let us familiarize with some steps taken for administrative reforms in our country. First one is e-governance. The observation of APJ Abdul Kalam, former President of India, about e-governance is given. E-governance. E-governance is the use of electronic technology in administration. This helps to obtain government services easily in a speedy manner. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച പുരോഗതി ഭരണരംഗത്തും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ്. ഇത് ഗവൺമെൻറ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് സഹായകമായി. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള സിംഗിൾ വിൻഡോ സിസ്റ്റം, വിവിധ സ്കോളർഷിപ്പുകൾക്കായുള്ള ഓൺലൈൻ അപേക്ഷ തുടങ്ങിയവ ഇ ഗവേണൻസിന് ഉദാഹരണങ്ങളാണ്. Let us examine the benefits of e-governance. They are can receive service with the help of information technology. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. Need not to wait in government offices for services. സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല. ഗവൺമെൻറ് സർവീസസ് ഓഫേർഡ് സ്പീഡ്ലി ആൻഡ് വിത്ത് ലെസ് എക്സ്പെൻസ്. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. ലാസ്റ്റ് വൺ, എഫിഷ്യൻസി ഓഫ് ദി ഓഫീസസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദി സർവീസ് ഗെറ്റ് എൻഹാൻസ്ഡ്. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. These are the benefits of e-governance. It is the reply to the application you have seen at the beginning of the chapter. We can collect information from any government office about its working. People got this opportunity under the Right to Information Act 2005. Right to Information Act. The efforts of Mazdoor Kisan Shakti Samgadan of Rajasthan has led to the legislation of Right to Information Act. The interventions of several organizations and social activists also helped the passing of the Right to Information Act 2005. This ensures the right of all citizens of India to receive information. Objectives of Right to Information Act. The main objectives of this act are to prevent corruption, create responsibility, and make the functioning of the government transparent. The citizens will get copies of public documents if they apply for them. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു. കൂടാതെ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ കഴിയുന്നു. ഇൻഫർമേഷൻ കമ്മീഷൻ. To perform the functions under the Right to Information Act, information commissions are constituted at the national and state levels. Information commissions are constituted at the national and state levels. There will be Chief Information Commissioner and not more than 10 members in the Information Commission. If authorities do not give or refuse to give the information or give wrong and unsatisfactory replies, one can approach the Information Commission and can file an appeal. Next topic is Right to Service. Right to Service Act is a law which ensures services to the people. This law determines the time limit for every service given by a government office. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് റൈറ്റ് ടു സർവീസ്. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയിട്ടില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ ഒടുക്കണമെന്ന വ്യവസ്ഥയും ഈ നിയമത്തിൽ ഉണ്ട്.
If the deserved service is not given within this time limit, the responsible employee should pay a fine. Next topic is Lokpal and Lokayukta. Lokpal and Lokayukta are institutions constituted to prevent corruption at administrative, bureaucratic and political levels. Both of them follow judicial procedures. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. Lokpal, the institution constituted at the national level to prevent corruption, is Lokpal. Lokpal has the power to register cases on issues of corruption against employees and public workers and can suggest necessary actions. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. ലോകായുക്ത. ലോകായുക്ത is the institution constituted at the state level to hear the corruption cases. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. നെക്സ്റ്റ് ടോപ്പിക് ഈസ് Central Vigilance Commission. The Central Vigilance Commission is the institution constituted at the national level to prevent corruption in central government offices. It came into effect in 1964. The Central Vigilance Commissioner is the head of the Central Vigilance Commission. The duty of the commission is to inquire into vigilance cases and take necessary actions. അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 ഇത് നിലവിൽ വന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് ഇതിന് രൂപം നൽകിയിട്ടുള്ളത്. സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ. Based on the model of the Central Vigilance Commission, state vigilance commissions have been constituted at state level. The State Vigilance Commission inquires into the corruption in the state government offices. Vigilance courts are also constituted to track vigilance cases. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ്റെ ചുമതല. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വിജിലൻസ് കോടതികളും നിലവിലുണ്ട്. ലാസ്റ്റ് ടോപ്പിക് ഈസ് ഓംബുഡ്സ്മാൻ. ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ആർ പാർട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. Complaints can be filed against their corruption, nepotism or financial misappropriation or negligence of duties. Ombudsman is constituted for this purpose. A retired judge of the High Court is appointed as the Ombudsman. People can directly approach the Ombudsman with complaints. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിൻ്റെ ഭാഗമാണ്. അവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അതിനെതിരെ പരാതി നൽകാം. അതിനുള്ള മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാം. എല്ലാ ടോപ്പിക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.